എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ച ഇസ്രായേലിലെ ജോലി അവസരങ്ങളെക്കുറിച്ചുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ വലിയ പ്രതികരണത്തിന് ആദ്യം നന്ദി പറയുകയാണ്. ഒരുപാട് പേരാണ് അതിനെ സീരിയസ് ആയിട്ട് എടുത്തത്. പക്ഷെ അതോടൊപ്പം തന്നെ ചില സംശയങ്ങളും ചില തെറ്റിദ്ധാരണകളും ചില കമൻറ്റുകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ഇത് തട്ടിപ്പാണോ, ഇത് ശരിയാണോ, തുടർച്ചയായിട്ട് വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല എന്നിങ്ങനെയൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ പരത്തുന്ന കമൻറ്റുകൾ. ഇത് വ്യക്തമായി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്താലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത ഏജൻസിയും ഏജൻറ്റും നിങ്ങൾക്ക് നൽകുന്നത് ഒരു അൺലിമിറ്റഡ് അവസരമല്ല. ഇസ്രായേലിലെ ജോലികൾക്കും വിസകൾക്കും കർശനമായിട്ടുള്ള നിയമപരമായ നിയന്ത്രണങ്ങളുണ്ട്. ഒരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ തുറന്നു പറയാം, ഈ അവസരങ്ങൾ ലിമിറ്റഡ് കോട്ട അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഇത്. പ്രത്യേകിച്ച് 9 മില്യൺ അഥവാ 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തേക്ക് വേണ്ടി വരുന്ന ഒഴിവുകളാണിത്. നമ്മുടെ കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത്. അതിൻ്റെ 1/3 പോലും വരുന്നില്ല ഇവിടുത്തെ ജനസംഖ്യ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് വന്നേക്കാവുന്ന ഒഴിവുകളുടെ എണ്ണം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൽ ലഭ്യമാകുന്ന വിസകളുടെ എണ്ണവും വളരെ കുറവാണ്. അതും വിവിധ രാജ്യങ്ങളിലേക്ക്, വിവിധ ഏജൻസികളിലേക്കൊക്കെയാണ് ഈ വിസ പോകുന്നത്. അതിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പേര്, അതിൽ കേരളത്തിൽ നിന്ന് എത്ര പേര്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം ഒരു കാര്യം പറയാതെ വയ്യ. അതായത് നമ്മൾ എത്ര ലക്ഷം കൊടുക്കാൻ തയ്യാറാണെങ്കിലും ഇസ്രയേലിൽ എത്തിപ്പെടുക, ഈ മണ്ണിലൊന്ന് കാലുകുത്തുക എന്നത് അതൊരു ദൈവഭാഗ്യം തന്നെയാണ്. ഏജൻസി അവരുടെ കഴിവിൻ പരം മാക്സിമം ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത വീഡിയോ വഴി വളരെ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് വന്നത്. ഒരേ സമയം അത്രയും കോളുകളും സന്ദേശങ്ങളും കൈകാര്യം ചെയ്യുക എന്നത് പ്രായോഗികമായ അതിനൊരു പരിധിയുണ്ട്. അതൊരു ഓർഗനൈസേഷൻ റിയാലിറ്റിയാണ്, മറച്ചു വെക്കേണ്ട കാര്യമല്ല. ഇവിടെ നിങ്ങൾ ചിലർ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഞാൻ ആരെയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. ഒരിക്കലും എല്ലാവർക്കും ജോലി ഉറപ്പ് എന്ന രീതിയിൽ ഒരു വാഗ്ദാനം ചെയ്തിട്ടുമില്ല. പക്ഷേ അവസരം ലഭിക്കുന്ന പരിധിയിൽ യോഗ്യതയുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ എല്ലാവർക്കും വ്യക്തിപരമായി മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഏജൻസിക്കും ഏജൻറ്റിനും ഉണ്ടായത്. അതുപോലെ തന്നെ DM ചെയ്യുമ്പോഴത്തേക്ക് എനിക്കും സംഭവിക്കുന്നത്. ഇത് ചിലർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ദയവായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു റിയൽ പ്രോസസ്സാണ്. നിയമപരമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും സ്ക്രീനിങ്ങും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്. അർഹരായവർക്ക് ശരിയായ രീതിയിൽ ഡോക്യുമെൻറ്റും കാര്യങ്ങളും വെച്ച് അപ്ലൈ ചെയ്യാൻ മാത്രമാണ് ഏജൻസി ശ്രമിക്കുന്നത്. സോ അവസാനമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ വിശ്വാസവും പിന്തുണയും വളരെ വിലപ്പെട്ടതാണ്. അത് വിലമതിക്കാനാവുന്നതിനും അപ്പുറമാണ്. അതിനെ ഒരിക്കലും തെറ്റിദ്ധാരണകളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുകയില്ല. ശരിയായ വിവരങ്ങൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളിലേക്ക് ഇനിയും എത്തിക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.